പൊളിക്ക് സത്യേട്ടാ. വെറുതെ ചവിട്ടാൻ കാര്യമില്ല. ഞാൻ കെട്ടിയ മതിൽ നിങ്ങൾ പൊളിക്കേ എന്തിന് ഇതൊക്കെ നിങ്ങളോടൊക്കെ മുമ്പ് പറഞ്ഞത് തിക്കും തിരക്കൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അതിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതേ നിങ്ങള് 10-40 വർഷം നിങ്ങൾക്ക് ഇന്റെ ഈ പറമ്പിൽ കൂടെ നടക്കാൻ സൗകര്യം അങ്ങോട്ട് തന്നപ്പോ ഇക്കൊരാവശ്യം വന്ന് മതിൽ കെട്ടുമ്പോ നിങ്ങൾ അങ്ങോട്ട് പൊളിക്കും പറഞ്ഞത് എവിടുത്തെ ന്യായം? മതിൽ കെട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ അടക്കത്തില്ല വഴി തരുന്നു പറഞ്ഞേ? നിക്ക് വരട്ടെ. അനക്ക് വഴി തരും പറഞ്ഞപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അനക്ക് ആവശ്യമുള്ള സമയത്ത് ഇതേനെ ചവിട്ടി കയറി ഇങ്ങോട്ട് വേണമെങ്കിൽ പോരാ എന്റെ ഓടക്ക്. ഞാൻ അവിടെ റിസോർട്ടാ കെട്ടിയേക്കണായി. അവിടെ കണ്ട ഗസ്റ്റ് വന്നിരിക്കുമ്പോ എന്റെ ആൾക്കാർ ഇച്ചൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മുണ്ടും മഴക്കുത്തി വീടിയും വലിച്ചിട്ട് ഞാൻ പോവാ. അവിടെ മൂത്രമൊഴിക്കാൻ പറഞ്ഞാല് അവിടുത്തെ ഞാൻ വേണി ബഹുമാനിച്ചാൽ ഔദാര്യം തന്നു വെച്ചിട്ട് അതിന് മുതലെടുക്കാൻ ന്യായം ഉണ്ടാവണം. ഈ ന്യായം പറയാൻ നിൽക്കണ്ട. ഈ വെറുതെ മൂപ്പര് ഭാഗത്ത് എന്ത് ന്യായമാണ് സൂതേട്ടനാ പറഞ്ഞത്? വഴിയുണ്ടല്ലോ അത് കൂടെ വേറെ വഴിയുടെ 10-40 കൊല്ലമായിട്ട് സത്യേട്ടന്റെ അച്ഛനും ഞങ്ങളും ഒക്കെ നടക്കണ വഴിയല്ലേ ഇത്? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛൻ നിനക്ക് വകതിരിവില്ല. വീടാണ് അത് അല്ലെ? അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇതിന്റെ ഈ മതിലിന്റെ തൊട്ടപ്പുറം ഒരു ചാല് ഉയർന്ന ആ ചാലിന്റെ വരമ്പത്ത് കൂടെ അല്ലേ കാക്ക ഞാൻ നടന്നത്? അതാ പറഞ്ഞത്. കാരണവന്മാരായിട്ട് തന്നെ ജനം നടക്കാൻ ഞങ്ങൾ ആരും തടസ്സം പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതെ വഴിയൊക്കെ നിങ്ങൾ കണ്ടെത്തണോ നിങ്ങളുടെ സ്ഥലത്ത്? അനക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല കാക്ക. എനിക്കിതിലെ വഴി വേണം, അത്രേ ഉള്ളൂ. അനക്കിപ്പോ തന്നെ നടക്കാൻ ഒരു വഴി വേണം, അത്രേ ഉള്ളൂ. അതെ, നിർത്തി. ഒരു പ്രശ്നമല്ല. കോയൊക്കെ വഴി തരാന്ന് സമ്മതിച്ചു. ഓൻ പറഞ്ഞു ഓന് തന്നെ നടക്കാൻ ഒരു വഴി വേണമെന്നാ. ഞാൻ അത് കൊടുക്കൂല. പൊളിക്കണം അങ്ങനെക്ക് അതിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാണ് നമ്മൾ ഇവിടെ കൂടിയേക്കണത്. അപ്പൊ അത് സമാധാനപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണം. ഇത് കഴിഞ്ഞാൽ എനിക്ക് വേറെ മീറ്റിംഗ് ഉള്ളതാണ്, അതാണ് ഈ പറയണതേ. അല്ലെങ്കിലും മെമ്പർ വിളിച്ചോണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നേക്കണം. അല്ലാതെ ഇവന്റെ ഒക്കെ വായിലിരിക്കണ കേൾക്കേണ്ട കാര്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഈ അവന് എവിടെ നീ ആരെ വിളിക്കണം? വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം. നീ കൈ ചൂണ്ടല്ലേടാ, പോടാ. മാന്യമായിട്ടുള്ള ഒരു വർത്താനം പറഞ്ഞതിന്റെ ഒലക്യാമര വർത്താനം ഇജ്ജ് പറയരുത് കേട്ടോ. അത് ആ പറയട്ടെ. അപ്പൊ സത്യയുടെ എന്താ പ്രശ്നം പറ. അപ്പൊ അത് ഈ ഒരു പക്ഷപാതം കാണിച്ചല്ലേ.
ഇന്റെ വളപ്പിൽ ഇരുന്ന് ഒരു ചർച്ച ചെയ്യണ സമയത്ത് ആദ്യം സംസാരിക്കാനുള്ള ഒരു അവസരം ഇക്കല്ലേ ഇത് എവിടെ തന്നെ പറഞ്ഞ അയാളുടെ പറമ്പാണെന്നും പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഞങ്ങള് കേൾക്കും. പിന്നെ വയസ്സിന് മൂത്താണ് മൂപ്പര് പറയുന്നത്. ഇവിടെ പരാതിക്കാരാണ് പരാതി ഉണ്ടല്ലേ? അല്ലല്ലോ ഇവിടെ ഇക്കും പരാതി ഉണ്ടല്ലോ. ഇതേ നിങ്ങൾ നടക്കണത് പറ്റില്ല എന്നുള്ള പരാതി മൂപ്പർക്കുണ്ട്. സ്ഥലം അടച്ച് കെട്ടിയിട്ട് അയാൾ നടക്കല്ലേ എന്ന് അത് ഈ പറയണതല്ലേ? ഞങ്ങളുടെ രേഖേണ്ടത് രാമുവിന്റെ കാലത്തുള്ള രേഖ സംസാരിക്കാൻ ഇപ്പൊ തർക്കിക്കാക്കേണ്ട ഒരു കാര്യം പറയും ഞാൻ പറയണില്ല. സത്യ അനക്ക് എന്താ പറയല അങ്ങനെ പറയും. എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങളുടെ ഉറപ്പായിരുന്നല്ല ചർച്ച അങ്ങനെ പറഞ്ഞോളി. ഇനി ഓലക്ക പറയും ഞാന് ഓളാർന്ന് പറയുമ്പോ എന്റെ കോയക്കങ്ങളത്തിന് മാനം മര്യാദയുടെ മെമ്പറെ നമുക്ക് ത്രോസിടാം. നമുക്ക് ടോസിഡല്ലേ ചാപ്പിയോ പുള്ളിയോ അത് കിട്ടുന്ന ഒരാൾ സംസാരിച്ചാൽ മതിയല്ലോ. അയാളിപ്പോയി ഒരു കോയിനും കടിക്കും. എന്റെ പൈസ ഒന്നുമില്ല. ഒരു ഉറുപ്പ് എടുക്കാനില്ലാത്ത മെമ്പറിനെ കൊണ്ടാ ചർച്ചക്ക് വന്നേക്കുന്നത്. എന്റെ അടുത്തുണ്ട് പൈസ ഉണ്ടോ? ആകെ ഒരു ഉറുപ്പുണ്ട് മൂപ്പരുടെ അടുത്ത് അതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്കുന്ന അവിടെ ഇട്ടോടി. നിങ്ങൾക്ക് ഏതാ വേണ്ട പറഞ്ഞു കൊടുക്കി. ഹെഡ് വീണാ സത്യേട്ടന്. ഞമ്മക്ക് ഹെഡ് ടൈല് വീണാ ടൈലാട്ടോ. തലയും പൂലി ഇട്ടോടി. അതെ സത്യം ജയിക്കുള്ളൂ. സത്യേട്ടൻ പറ. സത്യശീലങ്ങാട് പറ. ഇത് തുടങ്ങുമ്പോ പറയാ ഓന്റെ പൈസ കൊണ്ടിട്ട് ഓനക്ക് തന്നെ കിട്ടുള്ളൂ. അതിന്റെ 2 വർഷം ഇപ്പൊ തന്നെ അതെന്തിനാട്ടെ പറഞ്ഞോ. അതെ മെമ്പറെ, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് നടന്നിരുന്ന വഴിയാണത്. അതിലെ ഒരു ചാലുണ്ട്, വെള്ളച്ചാല്. അത് നേരെ ആ കായലിൽ വന്നിട്ട് ചാടും. അതിന്റെ വക്കാണ് ഞങ്ങൾ. അല്ല എന്തെങ്കിലും മുക്കണ്? അല്ല എന്താ മുക്കണ? എന്താണ് നിങ്ങളൊരു കാര്യം ഞങ്ങൾ പോയിട്ട് വന്നോളൂ, എന്നിട്ട് സംസാരിക്കാൻ. കുഴപ്പമില്ല, പോകാന്ന് കാണാ. ഇജ്ജ് പറയും മുക്കാതിരിക്കും. എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 10 അടി വെച്ച് കഴിഞ്ഞാൽ റോട്ടിലേക്കായി. ഇങ്ങനെയാണ് പണ്ടേ ചെയ്തത്. 10, 45, 50 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഇയാളിപ്പോ ഇവിടെ റിസോർട്ട് തുടങ്ങിയോട് കൂടിയിട്ട് ഈ വഴിയാണ് കെട്ടിയടച്ചു. അപ്പൊ ഇതിന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പാടെ ഇടപെട്ട് പറഞ്ഞു 2 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൽ വഴിയാക്കി തരാം. ഇപ്പൊ 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, എനിക്ക് വഴിയില്ല. എടുത്തു കൊടുത്തേക്കാണ് ചാടി നടക്കാൻ. മൂപ്പരുടെ ഒരു ഔദാര്യത്തിന്റെ മുകളിൽ ഞാൻ അങ്ങനെ ആ മതില് ചാടി കിടന്നിട്ട് അത് പോന്നാർന്ന്. ഇനി എനിക്ക് മതില് ചാടാൻ വയ്യ. വേഗമുള്ള കാര്യം പറ സത്യേട്ടാ. ഇത് പുറമ്പോക്ക് ഭൂമി. ഇത് പുറമ്പോക്ക് ഭൂമി വയ്യടക്കി കെട്ടിയാണ് ഇയാള്. അതെ അതെ, അതൊക്കെ എന്റെ വാപ്പ പറഞ്ഞത് എനിക്കറിയാം. എന്റെ വാപ്പയ്ക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കോഴിക്കോട് വന്ന് താമസിക്കാൻ ഏത് കാലത്ത് വന്നിട്ടുണ്ടോ? കാലത്ത് ശരിക്കും എനിക്ക് കഥ കേൾക്കണോ? ഇവരുടെ ഈ സത്യന്റെ അവരൊക്കെ ആ കുടുംബങ്ങള് അവരുടെ ആ പുരയിടങ്ങൾക്കൊക്കെ ഉള്ള വഴി എന്ന് പറഞ്ഞ ഏതാച്ചന്റെ എനിക്ക് അറിയോ? ആ കനാലില്ലേ, നമ്മുടെ ചെറിയൊരു കനാല്. നിങ്ങളും കൂടി കേൾക്കണം. ആ പാലത്തിന്റെ മുകളിൽ കൂടെ ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മരം വെട്ടിയിട്ട് തെങ്ങിന്റെ തടി വെട്ടിട്ടെടുത്ത് അതിൽ കൂടെ ആൾക്കാർ നടന്നാൽ എന്റെ അച്ഛനൊക്കെ ആദ്യം തന്നെയാണ് പശുവിനെയും കൊണ്ടുവരിക. പഴയ കാലത്ത് ഇവിടെ വന്നിട്ട് കഞ്ഞിട വെള്ളം, പശുവിനുള്ള കഞ്ഞിട വെള്ളം, മൂപ്പർക്കുള്ള കഞ്ഞിട വെള്ളം ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോവുക. അല്ല ഞാൻ പറയാണ്, അന്നത്തെ കാലം ഇന്നത്തെ കാലം കൂട്ടി പോയിക്കരുത് പറയാ. അപ്പൊ അന്നിപ്പോ ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ആര് വേണേലും പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചാണ്. ഇപ്പൊ ഒരു ആവശ്യം വന്ന് ഞാൻ മതിൽ കെട്ടി. അപ്പൊ നിങ്ങൾ ആ ശരിക്കുള്ള വഴി, അതിനുള്ള വഴി അതല്ലേ തെളിച്ചു കൊടുക്കണ്ടായി. അല്ല അതുകൊണ്ട് നടക്കില്ല. ആ കൽകിന്റെ അടുത്തൊരു ക്ഷേത്രം ഇല്ലേ, അതിന്റെ മുമ്പിൽ കൂടെ ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോകുന്നും പറഞ്ഞ് ദേവസ്വം ബോർഡ് തടഞ്ഞിട്ടേക്കല്ലേ. അപ്പൊ അതേനെ ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഇപ്പൊ എന്റെ ബോഡി കൂടെയാണ് കോയ മെമ്പറെ അല്ല വാർഡ് മെമ്പറെ, ഞങ്ങൾ പറയണത് സത്യസന്ധമായ കാര്യമാണ്. ഈ കോയക്കാടെ ഭൂമിയൊന്നും ഞങ്ങൾ ചോദിക്കണില്ല. പുറമ്പോക്ക് ഭൂമി കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള അവകാശം വേണം. മെമ്പറിന് അറിയാമോ, ഈ പുഴ വന്ന് നിന്നേച്ചത് ഈ പുളിമരത്തിന്റെ അടുത്തായിരുന്നു. അതിന്റെ തീരം വന്ന് നിന്നേ ഇയാള് കല്ലും ചെളിയൊക്കെ അടിച്ചടിച്ചടിച്ച് അവിടത്തോളം നികത്തിയെടുത്ത് രേഖാമൂലം ഇപ്പൊ ഇത് പുറമ്പോക്കാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യണതിന് ഇപ്പൊ പുഴയിലാണ് സത്യത്തിൽ. മെമ്പർ വേണേ നോക്ക്, ഈ രേഖ നോക്കുക. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.